ഞാനിതിൽ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണച്ചു, UDFനെ പിന്തുണച്ചു, മതരാഷ്ട്രവാദികളുടെ കൂടെയാണ് കോൺഗ്രസ്, തേങ്ങയാണ്. മതരാഷ്ട്രവാദികളുടെ കൂടെ കോൺഗ്രസും ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റും ഉണ്ടായിരുന്നു, എക്കാലത്തും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പുറത്തായിരിക്കും, ചിലപ്പോൾ അപ്പുറത്തായിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒരു ന്യായമുണ്ടല്ലോ, എൻ്റെ കൂടെ നിന്നാൽ അവൻ മതേതരൻ, തൻ്റെ കൂടെ നിന്നാൽ അവൻ വർഗീയവാദി. ഇത് പണ്ട് മുതലേ ഇവർ ചെയ്യുന്ന കാര്യമാണ്. ഇത് ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ള മട്ടിൽ ഇപ്പോഴും തൊലിക്കട്ടിയുടെ സതീശനും നമ്മുടെ MV ഗോവിന്ദനും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതാണ് എനിക്ക് അത്ഭുതം. ഇത് പറയാനൊരു നാണം വേണ്ടേ? വർഷങ്ങൾക്ക് മുമ്പ് VP സിംഗ് സത്യസന്ധമായിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. VP സിംഗിനോട് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളിങ്ങനെ തോന്നിയാസം ഓരോരുത്തരുമായിട്ട് കൂട്ടുകൂടുന്നല്ലോ, ഇതുവരെ ശത്രുവായിരുന്നവൻ ഇപ്പോൾ നിങ്ങളുടെ മിത്രമാകുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും അവൻ ശത്രുവാകുന്നു, ഇത് എന്തൊരു ഏർപ്പാടാണ് ചേട്ടാ എന്ന് ചോദിച്ചു. VP സിംഗ് പരമമായ സത്യം പറഞ്ഞു. എടാ, ഇന്ത്യൻ പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ആർത്തലച്ച് വരുന്ന ഒരു മഴയാണ്. ആ മഴ നനയാതിരിക്കാനായിട്ട് കയ്യിൽ കിട്ടിയത് കുടയാണെങ്കിൽ കുട, ചേമ്പലയാണെങ്കിൽ ചേമ്പല, ഒരു അലുമിനിയം ഷീറ്റാണെങ്കിൽ അത്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണെങ്കിൽ അത്, അതെടുത്തിട്ട് തലയ്ക്ക് മുകളിൽ പിടിക്കും മഴ നനയാതിരിക്കാൻ, മഴയൊന്ന് കടന്നു കിട്ടാൻ. ഇതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കയ്യിൽ കിട്ടിയ ആൾക്കാരെ എല്ലാം ആരൊക്കെ സഹായിക്കാൻ തയ്യാറുണ്ടോ, ഏത് ചേമ്പലയോ വാഴയിലയോ എന്ത് വാങ്ങിക്കോട്ടെ, അതെടുത്തിട്ട് കൂട്ടുകൂടും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് പിന്നെ ഈ ചേമ്പല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വഴിയെറിഞ്ഞ് കളയുന്നത്. മഴ കഴിയുമ്പോൾ കുട പോലും നമുക്ക് മറക്കാനുള്ളൊരു ഉപകരണമായിട്ട് മാറുമല്ലോ. ഇങ്ങനത്തെ അവസ്ഥ, ഇതാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ ന്യായം തെരഞ്ഞെടുപ്പിൽ പറയുന്നത് മഹാകഷ്ടമാണ്. ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട, എനിക്കിപ്പോൾ ഇതുവരെ ഈ വോട്ട് വേണ്ട എന്ന് പറയുന്നതിന് എന്ത് സാങ്കത്യം മനസ്സിലായിട്ടില്ല. TG മോഹൻദാസിൻ്റെ വോട്ട് എനിക്ക് വേണ്ട എന്നൊരു സ്ഥാനാർത്ഥി പറയുന്നു. ഞാൻ പറയുകയാണ്, ഇല്ല ചേട്ടാ, ഞാൻ ചേട്ടന് തന്നെ വോട്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ബൂത്തിൽ വന്ന് എൻ്റെ കൈക്ക് കയറി പിടിക്കുമോ? ഇല്ലല്ലോ. വോട്ട് രഹസ്യ വോട്ടല്ലേ. അപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചെയ്യുമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ അർത്ഥശൂന്യമായ ഈ വാചകമണിയൊക്കെ കളയുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം, അതിൽ നോട്ടമൊന്നുമില്ല. വോട്ട് ചെയ്യുന്ന ആൾ പുറമേ വർഗീയവാദിയായിരിക്കാം, ഉള്ളിൽ വർഗീയവാദിയായിരിക്കാം, ഉള്ളിൽ മതേതരനായിരിക്കാം, പുറമേ വർഗീയവാദിയായിരിക്കാം, നേരെ തിരിച്ചുമാകാം, എന്തുമാകാം, പല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരുടെയും വോട്ട് വേണം എന്നാണ് സ്ഥാനാർത്ഥി പറയേണ്ടത്. അതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ നിങ്ങൾ ഒഫീഷ്യലി അലയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു, ഇപ്പോൾ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ SDP-യുമായിട്ട് ഞങ്ങൾ കൂട്ടുകെട്ട് വിട്ടുവെന്ന് വരും, ജമാഅത്തെ ഇസ്ലാമിയെ കളഞ്ഞിട്ട് PDP-യെ എടുത്തുവെന്ന് വരും. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലുള്ളതാണ് എന്ന് സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയാനുള്ളൊരു ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ആർജവം കാണിച്ചവനാണ് VP സിംഗ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയത്തിൽ അങ്ങനെ അഡ്രസ്സ് ഇല്ലാതെ പോയി കിട്ടാം. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ സത്യം പറയുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് എന്ന് വിചാരിക്കരുത്. പലപ്പോഴും നുണ പറയുന്നവരാണ് ജയിച്ചുകൊണ്ട് പോകുന്നത്.